നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ലഞ്ച് റെസിപ്പികളിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ വളരെ കൂടുതൽ നേരം ചീത്തയാവാതിരിക്കുന്നതുമായൊരു റെസിപ്പിയാണ് ലെമൺ റൈസ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ കുറഞ്ഞ സമയവും മതിയാവും. പക്ഷേ നമുക്ക് ഒത്തിരി നേരം ഇത് വെച്ചിരുന്ന് 2 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്കിത് ചീത്തയാവാതെ ഇരിക്കും. അതുപോലത്തെ ഒരു റൈസാണിത്. അപ്പോൾ ഇതിന് ഞാനിവിടെ 1 കപ്പോളം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ റൈസ് അത് നമുക്ക് നല്ലവണ്ണം 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാം. ഒരു 30 മിനിറ്റോളം ഒന്ന് കുതിർന്നാൽ മതിയാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരി വെന്ത് കിട്ടും. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് കഴുകിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ചൂടായി നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് അരമണിക്കൂറോളം ആയി അരി കുതിർക്കാൻ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ചോറ് നമുക്കിതുപോലെ കുറച്ച് കൂടുതൽ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ലെമൺ റൈസോ അല്ലെങ്കിൽ പിന്നെ പുളിസാദമോ അല്ലെങ്കിൽ സവാള സാദമോ ഒക്കെ തയ്യാറാക്കാൻ എളുപ്പമാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പയിലൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷം വേണം നമുക്കിത് റൈസ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ചോറ് ഒരു നല്ല തുറന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇതുപോലെ ഒന്ന് വാർത്തെടുത്ത് വയ്ക്കണം. പിന്നെ ഇവിടെ ഞാൻ 2 കപ്പ് ചോറാണ് എടുക്കുന്നത്. അതിലേക്ക് 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങയുടെ നീര് വേണം. 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ നിലക്കടല, പിന്നെ അണ്ടിപ്പരിപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. പിന്നെ ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. ശരിക്കും ലെമൺ റൈസ് നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എണ്ണ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി കിട്ടട്ടെ. തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം. നിലക്കടല ഞാനിത് തോലില്ലാത്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. തോലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. നിലക്കടലയുടെ കൂടെ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ, അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതിയാവും. അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് നല്ലവണ്ണം ഒന്ന് ചുമന്ന് കിട്ടണം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ചുവക്കൊന്നായി കിട്ടണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും നിലക്കടലയും കടലപ്പരിപ്പും എല്ലാം നല്ല ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. കൂട്ടത്തിൽ ആ പച്ചമുളക് ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വച്ചിരുന്ന കായപ്പൊടി, അര ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കരുത്. എങ്കിൽ അതിൻ്റെ ഒരു വല്ലാത്ത ചുവ വരും. അതിൻ്റെ ഒരു മഞ്ഞളിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, അത് വരും. അത് വരാതിരിക്കാൻ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഇത് ചേർത്ത ഉടനെ തന്നെ ഞാൻ തീയും ഓഫാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കരിഞ്ഞു പോകരുത്. കരിയാത്ത രീതിയിൽ 1-2 മിനിറ്റ് നല്ലവണ്ണം ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം വേണം നമുക്ക് നാരങ്ങാനീര് ചേർക്കാനായിട്ട്. അല്ലാതെ ചൂടോടുകൂടി നാരങ്ങാനീര് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കയ്പ്പുണ്ടാവും. ഇപ്പോൾ നല്ല തണുത്ത അതിലേക്ക് ഞാൻ ആ നാരങ്ങാനീര് 2 നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ചോറിൽ നമ്മൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് അത് കണക്കാക്കി വേണം ഉപ്പ് ചേർക്കാൻ. ഇതെല്ലാം ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ചോറിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ചോറ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസും ഒക്കെ കൂട്ടിയെടുത്തുകൊള്ളുക. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം. എല്ലായിടത്തും ചോറിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ നാരങ്ങാനീരും
ഉപ്പും ഇതെല്ലാം പിടിച്ച് കിട്ടത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി ചേർക്കണം. ഈ സമയം തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഒരു 1 മിനിറ്റ് 1-2 മിനിറ്റ് കൂടുതൽ വേണ്ട. ഞാനത് ഓഫാക്കുകയാണ്. ഓഫാക്കിയതിന് ശേഷം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഈ ലെമൺ സാധനം നമ്മൾ തയ്യാറാക്കി ഉടനെ കഴിക്കാനല്ല, കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത്. ഉടനെ ആകുമ്പോൾ ആ ഒരു പുളിയുടെ രുചി വരും. അത് നമുക്ക് അതെല്ലാം ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ദൂരെ യാത്രയ്ക്ക് പോകുന്നവരൊക്കെ ഇത് തയ്യാറാക്കി കൊണ്ടുപോകാറുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ചീത്തയാകത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ട്രെയിനിൽ യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് പിറ്റേ ദിവസമൊക്കെ കഴിക്കുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയായി നല്ല ഉതിരുതിരായിട്ടുള്ള നാരങ്ങാ സാദം ലെമൺ റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഈ നാരങ്ങാ സാദത്തിനൊപ്പം ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ അരി വറ്റലോ സാധാരണ പപ്പടമോ ഇതൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിത് തയ്യാറാക്കി വെച്ചാൽ 2-3 ദിവസമൊക്കെ യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും നമുക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തയക്കാവുന്നതാണ്. രാവിലത്തെ ഭക്ഷണമായിട്ടും എടുക്കാം, വൈകുന്നേരത്തെ ഭക്ഷണമായിട്ടും എടുക്കാം. രുചികരമായ നമ്മുടെ ഈ നാരങ്ങാ സാദം ലെമൺ റൈസ് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.